ഞാൻ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾക്ക് ചെയ്തു തന്നത്. ഞാൻ എന്തെങ്കിലും കള്ളത്തിന് കാണിച്ചിട്ടുണ്ടോ? എന്റെ തട്ടിപ്പെന്ന് പറഞ്ഞ് നാട്ടിൽ ആൾക്കാർ മുഴുവൻ പറഞ്ഞു നടക്കുമ്പോൾ നിങ്ങൾ പറ, ഞാൻ ചെയ്തിട്ടുണ്ടോ? 3-1.5-4 ലക്ഷം ഒരു സത്യം അവർ പറഞ്ഞതാണ് വീഡിയോയ്ക്ക്. ആ വീഡിയോയ്ക്ക് അത് അവർ കട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പൊ നടക്കുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് അറിയോ? എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞു. ഞാൻ തട്ടിപ്പുകാരല്ലേ? നിങ്ങൾ പറയില്ല, നിങ്ങളുടെ ഒറ്റ കേസിൽ ഞാൻ തട്ടിപ്പുകാര്. 40 വീട് കൊടുത്താൽ ഞാൻ മണ്ടൻ. 1 ലക്ഷം നിങ്ങൾക്ക് തന്നോ? 3 ലക്ഷം രൂപ മേസ്ത്രി തന്നോ? ആണോ? 4 ലക്ഷം രൂപ തന്ന് നിങ്ങൾക്ക് വീട് പണിതോ? അത് ഞാൻ തട്ടിപ്പ് കാണിച്ചിട്ടുണ്ടോ? ടൈലിടണ്ട, വേറെ ഇട്ടാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ടൈലിടാനാണോ ഞാൻ നിങ്ങളോട് പറഞ്ഞത്? നിങ്ങളെ വൃത്തിയായിട്ട് തന്നെ ടൈലും ജനലും അടിപൊളിയാക്കി. ഈ അച്ഛനും അമ്മയും പറയുന്നുണ്ട്, മക്കളെ ഞങ്ങൾ എവിടെ വന്നിട്ടാണെങ്കിലും പറയാമെന്ന്. ഇവർ തറ കെട്ടി ഇട്ടിരുന്ന വീടാണ്. ഒരു 4 ലക്ഷം രൂപ ഈ കക്ഷി മുടക്കിയിട്ടുണ്ട്. 4 രൂപ മുടക്കിയോ? എന്തിനാണ് നിങ്ങളിങ്ങനെ കുറ്റം പറയണത്? ഒരു തറ കെട്ടിയിട്ടാൽ ഷീറ്റിട്ടിട്ടാലും അവർക്ക് താമസിക്കാൻ പറ്റും. ഇപ്പോൾ അവർക്ക് അടച്ച് ഉറപ്പുള്ളൊരു വീട് കിട്ടി. നിങ്ങളെ കൊണ്ട് കഴിയുമോ? ഈ കുറ്റം പറയുന്ന ഈ ഒരുപാട് നെഗറ്റീവ് ആ ഒരു വ്യക്തിക്കുണ്ടെന്ന് നിങ്ങൾ കരുതുക. ഓക്കെ, ഒരുപാട് കൊള്ളരാത്ത മനുഷ്യനാണ്. ഓക്കെ, പക്ഷേ നിങ്ങളെ കൊണ്ട് കഴിയുമോ? ആ ഒരു വീട്ടുകാർക്ക് 1 ലക്ഷം രൂപ മുടക്കി ഒരു വീട് വെച്ച് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? എൻ്റെ ചോദ്യം ഇതാണ്. പിന്നെ അങ്ങനെ കഴിയില്ലാത്ത ഈ നാറികൾക്ക് എന്തിനാണ് ഈ മനുഷ്യനെ കുറ്റം പറയാനുള്ള അവകാശം? എന്തിനാണ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത്? അയാൾ ആർക്കും ഹെൽപ്പ് ചെയ്തോട്ട്. നിങ്ങളുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്നതോ ഒന്നും അല്ല അയാൾ എടുത്തുകൊണ്ട് കൊടുക്കുന്നത്. അയാൾ സോഷ്യൽ മീഡിയയിൽ അയാൾ ഗെയിമിക്ക് ഫോട്ടോ ഇടുന്നെങ്കിൽ ഇട്ടോട്ട്. അയാളുടെ പൈസയ്ക്കകത്തുനിന്ന്, അയാളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിനകത്തുനിന്ന് കിട്ടുന്ന പൈസയ്ക്കകത്തല്ലേ അയാൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ടല്ലോ, എനിക്കും കിട്ടുന്നുണ്ടല്ലോ. 1 രൂപയായാലും എനിക്കും കിട്ടും. ഞാൻ എത്ര പേരെ ഹെൽപ്പ് ചെയ്യുന്നു? നിങ്ങൾ എത്ര പേരെ ഹെൽപ്പ് ചെയ്യുന്നു? അപ്പോൾ ഈ ഹെൽപ്പ് ചെയ്യുന്നവരെ അവർ ചെയ്യട്ടെന്നേ. അവർ ഒരുപാട് നിങ്ങൾ പറയണ എല്ലാ നെഗറ്റീവ് ആ വ്യക്തിക്കുണ്ട്. പക്ഷേ ആ ഒരു വ്യക്തി ഒരു വ്യക്തിക്ക് ഒരു വീട് വെച്ച് കൊടുക്കുന്നില്ലേ? ഒരാൾക്കൊരു സഹായം ചെയ്യുന്നില്ലേ? നമ്മൾ നല്ലത് കാണാൻ ശ്രമിക്കുന്നേ. അതെന്താ നമ്മുടെ കണ്ണിൽ എന്താ പിടിക്കത്തില്ലേ? കുറ്റം പറയുന്നവരെ നിങ്ങളോടൊരു കാര്യം പറഞ്ഞോട്ടെ. ജാതി ഏതായിക്കോട്ടെ, നിറം എന്തും ആയിക്കോട്ടെ, രാഷ്ട്രീയം എന്തുമായിക്കോട്ടെ, അയാളൊരു മനുഷ്യനെ, ഒരു മനുഷ്യ ജീവനെ ചേർത്ത് പിടിക്കുന്നില്ലേ? അവർക്ക് കിടക്കാനൊരു വീട് വെച്ച് കൊടുക്കുന്നില്ലേ? അതുപോലെ എൻ്റെ ഫുൾ സപ്പോർട്ടുണ്ട് ആ ഒരു വ്യക്തിക്ക്. എൻ്റെ പ്രാർത്ഥനയിലുമുണ്ട്. കാരണം എനിക്ക് ചെയ്യാൻ കഴിയാത്തത് ആ വ്യക്തി ചെയ്യുമ്പം ഞാൻ ആ വ്യക്തിയോട് ബഹുമാനത്തോടെ, റെസ്പെക്റ്റോടെ വേണം നോക്കാൻ, അല്ലാതെ കുറ്റം പറഞ്ഞിട്ടല്ല. അപ്പോൾ ഓക്കെ, ബൈ.